ക്ലാസ്സിന്റെ കണ്ടിന്യൂഷൻ ആണ്. കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ് ആണ് നമുക്ക് ഇവിടെ പഠിക്കേണ്ടത്, ഇന്ന് പഠിക്കേണ്ടത്. അപ്പോൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് പറഞ്ഞാൽ നെറ്റ്വർക്കിംഗ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാം. നെറ്റ്വർക്കിംഗ് കൊണ്ടുള്ള ഗുണം എന്താണ്? നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത് നമുക്ക് ഷെയർ ചെയ്യാൻ, ഡാറ്റ ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വഴിയാണെന്നാണ് നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ് ഉപയോഗിക്കും. ഇപ്പോൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് നിങ്ങൾക്കറിയാം, ഇപ്പോൾ നമ്മൾ ഇന്റർനെറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ് കൊണ്ടാണ് ഇന്റർനെറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ് ആണ് നമുക്ക് ഇത് പഠിക്കാനുള്ളത്. അപ്പോൾ ഒരു 970 കാലഘട്ടത്തിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചിട്ടുണ്ട്. 970 കാലഘട്ടത്തിലൊക്കെ കമ്പ്യൂട്ടറിന്റെ ആദ്യത്തെ രീതിയിൽ നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത് ഇല്ലായിരുന്നു. അതായത് സ്റ്റാൻഡ് അലോൺ സിസ്റ്റം ആണ് ഉണ്ടായിരുന്നത്. സ്റ്റാൻഡ് അലോൺ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് എക്സിസ്റ്റ് ചെയ്യുന്ന സിസ്റ്റം ആണ്. അതായത് മറ്റ് കമ്പ്യൂട്ടറുകളുമായിട്ട് മറ്റ് സിസ്റ്റംസുമായിട്ട് കണക്ട് ചെയ്യാത്ത സിസ്റ്റത്തിനാണ് നമ്മൾ സ്റ്റാൻഡ് അലോൺ സിസ്റ്റം എന്ന് പറയുന്നത്. ഇതായിരുന്നു ആദ്യത്തെ 970 കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്ന കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് സ്റ്റാൻഡ് അലോൺ സിസ്റ്റം ആയിരുന്നു. അതിനുശേഷമാണ് 980 കാലഘട്ടം മുതലാണ് ഡാറ്റാസിന്റെ ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യാൻ തുടങ്ങിയത്. അതിനുവേണ്ടി അങ്ങനെയാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് വന്നു തുടങ്ങിയത്. കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ് വരുന്നത് ഏതാണ് 980 കാലഘട്ടത്തോട് കൂടിയാണ്. അതായത് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സിസ്റ്റംസിനെ നമ്മുടെ ഡാറ്റാസ് എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കണക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗിൽ മെയിൻ ആയിട്ട് 4 കാര്യങ്ങളാണ്. അടുത്തത് സോഴ്സ് എന്ന് പറയും. ഫസ്റ്റ് വണ്ണാണ് സോഴ്സ്. സോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ നിന്നാണോ ഡാറ്റാസ് ഷെയർ ചെയ്യുന്നത്, അതായത് നമ്മളാണ് ഇവിടെ യൂസർ എങ്കിൽ അതാണ് സോഴ്സ് പറയുന്നത്. നമ്മുടെ കയ്യിൽ സിസ്റ്റം ഉണ്ട്, നമുക്ക് എവിടെ നിന്നാണോ ഡാറ്റാസ് ഷെയർ ചെയ്യുന്നത് അതാണ് സോഴ്സ് എന്ന് പറയുന്നത്, കമ്പ്യൂട്ടർ സോഴ്സ്. സെക്കൻഡ് വണ്ണാണ് കമ്മ്യൂണിക്കേഷൻ ഡിവൈസ്. അതായത് ഡാറ്റാസ് എക്സ്ചേഞ്ച് ചെയ്യുക, അതായത് നെറ്റ്വർക്കിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ കൊടുക്കുന്ന ഡാറ്റാസ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിന്റെ ഡാറ്റാസ് നിങ്ങൾക്ക് അറിയാം, ഡിജിറ്റൽ ഡാറ്റാസ്, ഡിജിറ്റൽ സിഗ്നൽസ് ആണ്. ആ സിഗ്നൽസ് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? നമുക്ക് അനലോഗ് സിഗ്നൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യേണ്ടി വരും. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഉപകരണങ്ങളാണ് കമ്മ്യൂണിക്കേഷൻ ഡിവൈസ്. അതിൽ വരുന്നത് നിങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് കേൾക്കുന്ന ഒരു കാര്യമായിരിക്കും മോഡം എന്ന് പറയുന്നത്. മോഡുലേറ്റർ ആൻഡ് ഡിമോഡുലേറ്റർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. മോഡം എന്താണ്? ഡിജിറ്റൽ സിഗ്നൽസിനെ അനലോഗ് സിഗ്നലൈസും അനലോഗ് സിഗ്നൽസിനെ ഡിജിറ്റൽ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് മോഡം എന്ന് പറയുന്നത്. അതാണ് കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് വരുന്നത്. മൂന്നാമത് ട്രാൻസ്മിഷൻ മീഡിയം. അതായത് നമ്മൾ ഡാറ്റ കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു പാത്ത് ഉണ്ടാവും, ഒരു വേ ഓഫ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ. അതാണ് ട്രാൻസ്മിഷൻ മീഡിയത്തിൽ വരുന്നത്. ട്രാൻസ്മിഷൻ മീഡിയം എന്ന് പറയുന്നത് നമുക്ക് കോയാക്സിയൽ കേബിൾ, നമ്മൾ സാധാരണയായിട്ട് കാണുന്ന നമ്മുടെ ടെലിഫോണിലൊക്കെ കേബിൾസ് കണ്ടിട്ടുണ്ട്, അത് ട്രാൻസ്മിഷൻ മീഡിയമാണ്. അതുപോലെ തന്നെ പലതും നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന സാറ്റലൈറ്റ് ആണ്, റേഡിയേഷൻസ്, അതെല്ലാം എന്താണ് ട്രാൻസ്മിഷൻ മീഡിയത്തിൽ വരുന്നത്. ഇതാണ് മൂന്നാമത്തെ പാർട്ട്. ലാസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഡെസ്റ്റിനേഷൻ ആണ്. ഡെസ്റ്റിനേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എവിടേക്കാണോ ഷെയർ ചെയ്യുന്നത്, നമ്മുടെ ഡാറ്റാസ് എവിടേക്കാണോ കൈമാറ്റം ചെയ്യേണ്ടത് ആ എത്തിച്ചേരുന്ന ഭാഗത്താണ് നമ്മൾ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ 4 പാർട്സ് ആണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ് ഉള്ളത്. ഒന്നാമത് സോഴ്സ് ആണ്, 2 കമ്മ്യൂണിക്കേഷൻ ഡിവൈസ്, മൂന്നാമത് ട്രാൻസ്മിഷൻ മീഡിയം, ലാസ്റ്റ് വണ്ണാണ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾ. പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് കാര്യങ്ങളും, നമ്മൾ ഡാറ്റാസ് അല്ല, നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ അതൊരു റൂൾ അടിസ്ഥാനത്തിലായിരിക്കും ചെയ്യാം. എന്ത് നമ്മൾ നിയമവശത്തിന്റെ അടിസ്ഥാനത്തിൽ എന്തിനൊരു രീതി ഉണ്ടാവും. അതിനാണ് ഇവിടെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കിംഗിലുണ്ട് ഒരു റൂൾസ് ഉണ്ട്. അതിന് നമ്മൾ പറയുന്നതാണ് കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. പ്രോട്ടോകോൾ എന്ന് പറയുന്നത് എങ്ങനെയാണോ ഡാറ്റാസ്, എത്രമാത്രം ഡാറ്റാസ് എക്സ്ചേഞ്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ അത് ഏത് രീതിയിൽ എക്സ്ചേഞ്ച് ചെയ്യണം, ഏതൊക്കെയാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ വഴികൾ എന്നൊക്കെ പറയുന്നതാണ് കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾ വരുന്നത്. അതായത് മെയിൻ ആയിട്ട് ഇവിടെ നമുക്ക് പഠിക്കാനുള്ള പ്രോട്ടോകോൾസ് എന്ന് പറഞ്ഞാൽ 3 ആണ്. ഒന്നാമത് TCP/IP, ഇത് ഒന്നാമത്തെ പ്രോട്ടോകോൾ, അതായത് ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ ആണ്. ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ, അല്ലെങ്കിൽ അതിന് പറയുന്നത് ഇന്റർനെറ്റ് പ്രോട്ടോകോൾ എന്ന് പറയാൻ മറ്റൊരു പേര് വരുന്നുണ്ട്. നമ്മൾ സാധാരണ ഉപയോഗിക്കാം, ഇന്റർനെറ്റ് യൂസ് ചെയ്യാറുണ്ട്. ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്നത് നമുക്ക് ഒരു സൈറ്റിൽ കയറണമെങ്കിൽ ആ സൈറ്റിന് ഏത് രീതിയിലാണ് നമ്മൾ കയറുന്നത്, ഇതൊക്കെ നമ്മൾ ഒരു റൂൾസ് വെച്ചിട്ടാണ് അവിടെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത്. അതിന് പറയുന്ന പേരാണ് ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ അല്ലെങ്കിൽ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. രണ്ടാമത് FTP എന്ന് പറയും.
പ്രോട്ടോകോൾ. ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്ന് പറയുന്നത് നമ്മുടെ സിസ്റ്റത്തിലുള്ള ഫയൽസ് നമുക്ക് ഡാറ്റാസിനെ എക്സ്ചേഞ്ച് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടോകോൾ ആണ് ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. ഇത് രണ്ടാമത്തെ പ്രോട്ടോകോൾ ആണ്. മൂന്നാമത്തെ പറയുന്നത് HTTP, അതായത് ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. HTTP എന്ന് പറയുന്നത് നമ്മൾ HTTP യൂസ് ചെയ്യുന്ന നമ്മൾ ഇന്റർനെറ്റ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ഒരു ലിങ്ക് കാണാം. ആ ലിങ്ക് എന്ന് പറയുന്നത് HTML ലിങ്ക് എന്നൊക്കെ നിങ്ങൾ ചിലപ്പോൾ സിസ്റ്റത്തിൽ കണ്ടിട്ടുണ്ടാവും. HTML എന്ന് പറഞ്ഞാൽ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ആണ്. ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്, ഇതാണ് HTML എന്ന് പറയുന്നത്. ഈ ലാംഗ്വേജ് വെച്ചിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രോട്ടോകോൾ ആണ് HTTP എന്ന് പറയുന്നത്. അതായത് ഇതൊരു ലിങ്ക് ആണ്. നമ്മൾ ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു സൈറ്റിൽ നിന്ന് ഏതെങ്കിലും ഒരു സൈറ്റിലേക്ക് കയറണമെങ്കിൽ ഈ HTTP പ്രോട്ടോകോൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. അത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ലാംഗ്വേജ് ആണ് HTML എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൂന്ന് പ്രോട്ടോകോൾസ് ആണ് കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾ നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. പിന്നെ കോഴ്സിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഈ മൂന്നെണ്ണം. അതാണ് നെറ്റ്വർക്ക് ടെക്നോളജീസ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ നെറ്റ്വർക്കിംഗ് പറഞ്ഞു, നെറ്റ്വർക്കിംഗ് എന്താണ് അതിന്റെ അഡ്വാൻറ്റേജ് പറഞ്ഞു. ഇനി അതിന്റെ അത് ഉപയോഗിക്കുന്ന കുറച്ച് ടേംസ് ആണ് നമ്മൾ പറയുന്നത്. അതായത് നെറ്റ്വർക്ക് ടെക്നോളജീസ് പറയും. അതിൽ ആദ്യത്തെ പറയുന്നത് നോഡാണ്. നോഡ് എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്കിംഗിൽ, അതായത് കമ്മ്യൂണിക്കേഷൻ ഡിവൈസസിൽ നമ്മൾ നെറ്റ്വർക്കിംഗ് യൂസ് ചെയ്യുന്ന എല്ലാ ഡിവൈസസിനും നമ്മൾ പറയുന്ന പേരാണ് നോഡ് എന്ന് പറയുന്നത്. ഇപ്പൊ രണ്ട് കമ്പ്യൂട്ടേഴ്സ് നമ്മൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ ആ രണ്ട് കമ്പ്യൂട്ടേഴ്സിനെയും പറയുന്ന പേരാണ് നോഡ്. അതായത് നെറ്റ്വർക്കിംഗിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസിനെ നമ്മൾ പറയുന്ന പേരാണ് നോഡ് എന്ന് പറയുന്നത്. അത് കമ്പ്യൂട്ടർ ആവാം, പ്രിന്റർ ആവാം, സ്പീക്കർ ആവാം, അതൊക്കെ എന്താണ് നെറ്റ്വർക്കിംഗ് നമ്മൾ കണക്ട് ചെയ്യുന്ന ഡിവൈസസിനെ കോമൺ ആയിട്ട് പറയുന്ന പേരാണ് നോഡ്. അടുത്തത് സെർവർ ആണ്. സെർവർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സെർവർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണോ നെറ്റ്വർക്കിംഗ് നമ്മൾ എവിടെ നിന്നാണോ ഡാറ്റാസ് ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യാൻ നമ്മളൊരു സിസ്റ്റം ഉണ്ടാക്കി വെക്കുക, ഒരു സെൻട്രലൈസ്ഡ് സിസ്റ്റം കൊടുക്കുകയാണെങ്കിൽ അവിടെ നിന്ന് നമുക്ക് ഡാറ്റാസ് എടുക്കാനും ഷെയർ ചെയ്യാൻ പറ്റുന്നെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് സെർവർ എന്ന് പറയുന്നത്. അതായത് സെർവ് ചെയ്യാം, ഇൻഫർമേഷൻസ് എക്സ്ചേഞ്ചിന് വേണ്ടിയിട്ട് സെർവ് ചെയ്യുന്ന ഒരു സിസ്റ്റം, അതിനാണ് നമ്മൾ സെർവർ എന്ന് പറയുന്നത്. അടുത്തത് നെറ്റ്വർക്ക് ഇന്റർഫേസ് യൂണിറ്റ്, അതായത് NIU എന്ന് പറയുന്നത്. നെറ്റ്വർക്ക് ഇന്റർഫേസ് യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മൾ യൂസറും നെറ്റ്വർക്കും അതായത് സിസ്റ്റവും കൂടെ ഇന്റർഫേസ് ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് നെറ്റ്വർക്ക് ഇന്റർഫേസ് യൂണിറ്റ്. അതായത് യൂസർക്ക് കമ്പ്യൂട്ടറിനെ ആക്സസ് ചെയ്യാം, നെറ്റ്വർക്കിലേക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് നെറ്റ്വർക്ക് ഇന്റർഫേസ് യൂണിറ്റ്. അതായത് നെറ്റ്വർക്ക് കാർഡൊക്കെ ഉണ്ട് നമ്മുടെ സിസ്റ്റത്തിൽ, കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്യുന്ന നെറ്റ്വർക്ക് കാർഡ്സ് എന്നൊക്കെ പറയുന്നത് NIU നെറ്റ്വർക്ക് ഇന്റർഫേസ് യൂണിറ്റിൽ വരുക. അത് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സിസ്റ്റം ഒരു നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. നാലാമതാണ് ഹബ് എന്ന് പറയുന്നത്. ഹബ് എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതായത് നെറ്റ്വർക്കിംഗ് എന്ന് പറയുമ്പോൾ ഒരു സിസ്റ്റം അല്ല, കുറേ സിസ്റ്റങ്ങളുണ്ട്. കുറേ സിസ്റ്റംസ് ഒരുമിച്ച് കണക്ട് ചെയ്യേണ്ട ഒരു ചാൻസ് വരാൻ ചാൻസ് ഉണ്ട്. ആ സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഹബ് എന്ന് പറയുന്നത്. ഹബ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ പോർട്സ് ഉള്ള, അതായത് കുറേ അധികം പോർട്ട് ഉണ്ടാവും. ആ പോർട്ടിലേക്കാണ് നമ്മുടെ ഓരോ സിസ്റ്റത്തിന്റെയും കേബിൾസ് കണക്ട് ചെയ്യുന്നത്. നെറ്റ്വർക്കിംഗ് കേബിൾസ് കണക്ട് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഹബ് എന്ന് പറയുന്നത്. ആ ഹബ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് many systems can be connected using a hub. ഒരു ഹബ് ഉപയോഗിച്ച് നമുക്ക് കുറേ സിസ്റ്റംസ് ഒരുമിച്ച് കണക്ട് ചെയ്തിട്ട് ഷെയർ ചെയ്ത ഡാറ്റാസ് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും. അതാണ് ഹബ് എന്ന് പറയുന്നത്. ലാസ്റ്റ് ടേമാണ് സ്വിച്ച്. സ്വിച്ച് എന്ന് പറയുന്നത് നമ്മൾ ടെലിഫോണിലൊക്കെയാണ് നമ്മൾ സ്വിച്ച് കേട്ടിട്ടുണ്ടാവും. അതായത് ഇൻപുട്ട് വരുന്ന ഇൻപുട്ടിനെ നമ്മൾ ഏത് ഡെസ്റ്റിനേഷനിലേക്കാണോ കൊടുക്കുന്നത് അത് കറക്റ്റ് ആയിട്ട് സ്വിച്ച് ചെയ്ത് കൊടുക്കുക. അതായത് നെറ്റ്വർക്കിംഗിൽ ഞാൻ പറഞ്ഞു കുറേ അധികം പോർട്ട് ഉണ്ടാവും, കുറേ അധികം ഇൻപുട്സ് ഉണ്ടാവും, അതുപോലെ തന്നെ ഔട്ട്പുട്ടിലേക്ക് പോകേണ്ടതുണ്ടാവും. അപ്പോൾ കറക്റ്റ് വരുന്ന ഇൻപുട്ട്, ഈ കുറേ അധികം ഇൻപുട്ടിന് നമുക്ക് വേണ്ടത് ഏത് ഔട്ട്പുട്ടിലേക്കാണോ കൊടുക്കുന്നത് അതിനെ കറക്റ്റ് ചെയ്ത് സ്വിച്ച് ചെയ്യുന്ന ഡിവൈസ് ആണ് സ്വിച്ചിങ് എന്ന് പറയുന്നത്. അതായത് സ്വിച്ച് എന്ന് പറയുന്നത് ഇതൊക്കെ നമ്മൾ നെറ്റ്വർക്കിംഗ് യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ്. ഹബ്, സ്വിച്ച്, ഇതൊക്കെ ടേംസും അത് തന്നെയാണ്. NIU, സെർവർ, നോഡ്, ഇതാണ് നെറ്റ്വർക്ക് ടെക്നോളജീസ്. അതായത് നെറ്റ്വർക്കിംഗ് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന കുറേ ടേംസ് ആണ് നമ്മളിവിടെ പറഞ്ഞത്. അടുത്താണ് ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക്സ് എന്ന് പറയുന്നത്. നമ്മൾ നെറ്റ്വർക്ക് പഠിച്ചു, നെറ്റ്വർക്കിന്റെ ടെക്നോളജീസ് പഠിച്ചു. ഇനി എത്ര തരത്തിലുള്ള നെറ്റ്വർക്ക്സ് ഉണ്ടെന്ന് നോക്കാം. ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, നിങ്ങൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുണ്ടാകുന്ന ഒരു കാര്യമാണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഇതാണ് ആദ്യത്തെ നെറ്റ്വർക്കിന്റെ ടെക്നോളജി. ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻസൈഡ് എ ബിൽഡിംഗ്, ഒരു ബിൽഡിംഗിൽ മാത്രം അല്ലെങ്കിൽ ഒരു രണ്ട് ബിൽഡിംഗ് തമ്മിൽ അങ്ങനെ ഒരു ചെറിയ ഏരിയയിൽ മാത്രം കണക്ട് ചെയ്യുന്ന സിസ്റ്റംസ് നമ്മൾ കണക്ട് ചെയ്തതാണ് നമ്മൾ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അതായത് ചെറിയൊരു ഏരിയ, ഒരു ബിൽഡിംഗ് അല്ലെങ്കിൽ ഒരു കോളേജ്, ഒരു സ്കൂള്, അങ്ങനെ സ്ഥലങ്ങളിലുള്ള സിസ്റ്റംസ് തമ്മിൽ കണക്ട് ചെയ്യുക. അതായത് ആ ചെറിയ ഏരിയയിൽ മാത്രം സിസ്റ്റംസ് തമ്മിൽ കണക്ട് ചെയ്തതാണ് നമ്മൾ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, LAN, ലാൻ കൂടെ പറയുന്നത്.
ഇതിൽ നമ്മളൊരു കാര്യം പറയുന്നത് നെറ്റ്വർക്ക് സിസ്റ്റംസ് തമ്മിൽ കണക്ട് ചെയ്യാനുള്ള കേബിൾസിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും? കുറവായിരിക്കും. എന്തുകൊണ്ടാണ്? ചെറിയ ഏരിയ മാത്രം. അപ്പോൾ അവിടെ കേബിൾസ് സിസ്റ്റംസ് തമ്മിൽ കണക്ട് ചെയ്യാനുള്ള കേബിളിന്റെ ലെങ്ത് കുറവായിരിക്കും. അതുപോലെ സ്പീഡ് എന്ന് പറയുന്നത് മറ്റ് ഏരിയ നെറ്റ്വർക്സിനെ അപേക്ഷിച്ച് കുറവായിരിക്കും. കാരണം അത്രയും ചെറിയ ഡിസ്റ്റൻസ് മാത്രമേ അത് ചെയ്യുന്നുള്ളൂ. ഇതാണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. മെട്രോപൊളിറ്റൻ ഏരിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, മെട്രോപൊളിറ്റൻ എന്ന് പറഞ്ഞാൽ ഒരു സിറ്റി കുറച്ചുകൂടെ ഏരിയ എന്തായി കൂടി. അതായത് ഒരു സിറ്റിയിലുള്ള മൊത്തം സിസ്റ്റംസ് തമ്മിൽ നെറ്റ്വർക്കും തമ്മിൽ കണക്ട് ചെയ്യാനുള്ളതാണ് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്, MAN എന്ന് പറയും. നമ്മൾ അപ്പോൾ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ചെറിയ ബിൽഡിംഗ് ആണ്, അല്ലെങ്കിൽ 2 ബിൽഡിംഗ്സ് തമ്മിലാണ്, ചെറിയൊരു ഏരിയ ആണ്. മെട്രോപൊളിറ്റൻ ഏരിയ എന്ന് പറയുന്നത് ഒരു സിറ്റിയിലുള്ള മൊത്തം സിസ്റ്റംസ്, അതായത് ഇപ്പോൾ ഒരു കൺട്രോൾ പോലീസ് കൺട്രോളിന്റെ ഒരു ജില്ലയിലുള്ള മൊത്തം കാര്യങ്ങൾ മൊത്തം നെറ്റ്വർക്ക് തമ്മിൽ ചെയ്യുന്നത് വേണമെങ്കിൽ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. അതാണ് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. മൂന്നാമത് വൈഡ് ഏരിയ നെറ്റ്വർക്ക്, WAN. വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ എന്തായി? വൈഡായി, ആ ഏരിയ കൂടി. നമ്മളിപ്പോൾ ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്നത്, ഇന്റർനെറ്റ് നമ്മൾ ഇവിടെയുള്ള കാര്യം നമ്മൾ പുറത്തുള്ള മറ്റ് രാജ്യങ്ങളുടെ കാര്യങ്ങൾ തമ്മിൽ ഷെയർ ചെയ്യാൻ പറ്റുന്നു. അത്രയും വൈഡ് ആയിട്ടുള്ള നെറ്റ്വർക്ക് ആണ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തായിരുന്നു? ഇതിന്റെ ട്രാൻസ്മിഷൻ മീഡിയ എന്ന് പറയുന്നത് സാറ്റലൈറ്റ് സിഗ്നൽസ് അല്ലെങ്കിൽ മൈക്രോവേവ് സിഗ്നൽസ് ഒക്കെ ആയിരിക്കും വൈഡ് ഏരിയ നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്നത്. അതപ്പോൾ അത്രയും ഏരിയ കൂടി. ഇന്റർനെറ്റ് ആണ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ആണ് ഇന്റർനെറ്റ് ആണ്. ലാസ്റ്റ് പറഞ്ഞത് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് PAN എന്ന് പറയുന്നത് അതിന്റെ പേര് തന്നെ ഉണ്ട്. പേഴ്സണൽ ഏരിയ എന്ന് പറഞ്ഞാൽ ഒരാളും അയാളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചെറിയ ഡിവൈസസ് തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഇതൊരു പേഴ്സന്റെ, അതായത് സെൽഫായിട്ട് ഒരാളും അയാളുടെ യൂസ് ചെയ്യുന്ന പേഴ്സണൽ കമ്പ്യൂട്ടറും അല്ലെങ്കിൽ പേഴ്സണൽ മൊബൈൽസ് അങ്ങനെയുള്ള കാര്യങ്ങൾ തമ്മിൽ നെറ്റ്വർക്ക് വെച്ച് കണക്ട് ചെയ്യുന്നതാണ് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 4 ടേംസ് ആണ് നമുക്ക് ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക്സ് പഠിക്കാനുള്ളത്. ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്, വൈഡ് ഏരിയ നെറ്റ്വർക്ക് ആൻഡ് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. അടുത്താണ് നെറ്റ്വർക്ക് ടോപ്പോളജി. ടോപ്പോളജി എന്ന് പറഞ്ഞാൽ നമ്മൾ നെറ്റ്വർക്ക്, ഞാൻ നേരത്തെ പറഞ്ഞു, നെറ്റ്വർക്ക് നമ്മൾ കണക്ട് ചെയ്യുന്ന ഓരോ ഡിവൈസിനെ നമ്മൾ പറയുന്ന പേര് എന്താണ്? നോഡ് എന്നാണ്. അപ്പോൾ ഒരു നെറ്റ്വർക്കിംഗിൽ ഈ നോഡ്സ് എങ്ങനെയാണോ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ആ അറേഞ്ച്മെന്റിന്റെ ഒരു രീതിയെ പറയുന്ന പേരാണ് ടോപ്പോളജി. നെറ്റ്വർക്കിംഗിൽ നോഡ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു രീതി ഉണ്ടാവും, അതിന് നമ്മൾ പറയുന്ന പേരാണ് ടോപ്പോളജി എന്ന് പറയുന്നത്. നെറ്റ്വർക്ക് ടോപ്പോളജി എന്ന് പറഞ്ഞാൽ 4 തരത്തിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് 4 തരത്തിലുണ്ട്. അതിലൊന്നാമത് ബസ് ടോപ്പോളജി എന്ന് പറയുന്നത്. ബസ് ടോപ്പോളജി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് രീതി അതാണ്, അതായത് ഇതൊരു സിസ്റ്റം, ഇതൊക്കെ നോഡ്സ് ആണ്, ഇതൊക്കെ നോഡാണ്, അതായത് ഓരോ സിസ്റ്റംസ് ആണ്. ഈ നോഡ്സ് കണക്ട് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? ഒരു സിംഗിൾ കേബിൾ വെച്ചിട്ട്, ഈ ഒരൊറ്റ സിംഗിൾ കേബിൾ വെച്ചിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഓരോ നോഡ്സ് തമ്മിൽ ഇന്റർ കണക്ട് ചെയ്തിരിക്കുന്ന ഒരൊറ്റ സിംഗിൾ കേബിളാണ്. ഈ രീതിയിലാണ് നമ്മൾ ബസ് ടോപ്പോളജി എന്ന് പറയുന്നത്. അതായത് നോഡ്സ് തമ്മിൽ ഒരു സിംഗിൾ കേബിൾ വെച്ചിട്ട് കണക്ട് ചെയ്യും. ഇതാണ് ബസ് ടോപ്പോളജി എന്ന് പറയുന്നത്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് എവിടെയായിരിക്കും? ചെറിയൊരു ഏരിയയിലായിരിക്കും. അതായത് ഒരു ബിൽഡിംഗിലുള്ള സിസ്റ്റംസ് തമ്മിൽ, ഒരു റൂമിന്റെ അകത്തുള്ള സിസ്റ്റംസ് തമ്മിൽ കണക്ട് ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള വഴി ബസ് ടോപ്പോളജിയാണ്. എന്താണ്? സിംഗിൾ കേബിൾ മതി, കേബിളിന്റെ ഡിസ്റ്റൻസ് ലെങ്ത് കുറവ് മതി. അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയാണ് ബസ് ടോപ്പോളജി എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് ഒരു ഡിസഡ്വാൻറ്റേജ് പറയാൻ പറ്റുന്നതാണ്, ഒരു പോരായ്മ എന്ന് പറയുന്നത്, ഇവിടെ ഈ ഏതെങ്കിലും ഒരു നോഡ് കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ അത് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഇതൊരു സിംഗിൾ കേബിളിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഏത് നോഡാണ് കംപ്ലൈന്റ് ആയിരിക്കുന്നത് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ്. ഈ കേബിളിന്റെ കണക്ഷൻ എന്ന് പറഞ്ഞാൽ സിംഗിൾ കേബിൾ ആയതുകൊണ്ട് തന്നെ ചെക്ക് ചെയ്ത് നോക്കി മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. അതാണ് ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പിന്നെ യൂസ് ചെയ്തിരിക്കുന്നത് മിക്കവാറും നമ്മൾ ചെറിയ കോളേജ് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു റൂം, അതിന്റെ ഉള്ളിലുള്ള സിസ്റ്റംസ് തമ്മിൽ 10 to 25 അല്ലെങ്കിൽ thousands ഓഫ് നോട്ട്സ് കണക്ട് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ കുറഞ്ഞ നമ്പർ നോട്ട്സ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബസ് ടോപ്പോളജി സാധാരണ യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തെ ടോപ്പോളജി എന്ന് പറയുന്നത് റിംഗ് ടോപ്പോളജി. റിംഗ് ടോപ്പോളജി എന്ന് പറഞ്ഞാൽ പേര് സൂചിപ്പിക്കുന്നത് എന്താണ്? ഒരു റിംഗിന്റെ സ്ട്രക്ചറിലായിരിക്കും ഇവിടെ നോട്ട്സ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. ഒരു റിംഗ് എങ്ങനെയാണോ അത് അതിന്റെ ഫോമിലായിരിക്കും
ചെയ്തിരിക്കുന്നത്. അതായത് ഒരു സിംഗിൾ കേബിൾ വെച്ചിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ഇൻ ദ ഫോം ഓഫ് എ റിംഗ്. ഇതാണ് റിംഗ് ടോപ്പോളജി എന്ന് പറയുന്നത്. അതായത് ഈ നോഡിൽ ഈ നോഡിലേക്ക്, അതിന് അടുത്ത നോഡിലേക്ക്, അടുത്ത നോഡിലേക്ക്, ഇങ്ങനെയായിരിക്കും ഒരു റിംഗ് ടോപ്പോളജിയിലെ നോഡ്സ് തമ്മിൽ കണക്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഉള്ളത് നമുക്ക് പറയാൻ പറ്റുന്ന അഡ്വാൻറ്റേജ് എന്താണ്? നമുക്കിവിടെ സിംഗിൾ കേബിൾ മതി, അതായത് കേബിൾ ലെങ്ത് ഇങ്ങനത്തെ ചെറിയ കേബിൾ ലെങ്ത് മതി. പക്ഷെ ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇവിടെ ബ്രേക്കപ്പ് വരികയാണെങ്കിൽ, ഇവിടെ ബ്രേക്ക് വരികയാണെങ്കിൽ എന്ത് പറ്റും? ഈ നോഡ് ഈ നോഡായിട്ടുള്ള കണക്ഷൻ കട്ടാവും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ടൊന്നും എന്ത് പോവില്ല, കണക്ഷൻ പോവില്ല. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ഡിസഡ്വാൻറ്റേജ് പറയുന്നത്. അതായത് ഇതിൽ ഏതെങ്കിലും ഒരു ലൈനിൽ ഒരു കട്ടായി കഴിഞ്ഞാൽ, സിഗ്നൽ കട്ടായി കഴിഞ്ഞാൽ ആ മൊത്തം സിസ്റ്റം തകരാറുണ്ടാവും. ഇതാണ് റിംഗ് ടോപ്പോളജിയുടെ ഒരു ഡിസഡ്വാൻറ്റേജ് പറയുന്നത്. ഓക്കെ, മൂന്നാമതെന്ന് പറയുന്നത് ട്രീ ടോപ്പോളജി. ട്രീ ടോപ്പോളജി ട്രീ ടോപ്പോളജി എന്ന് പറഞ്ഞാൽ പേശിയിരിക്കുന്ന ഒരു മരത്തിന്റെ രീതി, അതായത് സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ട്. ഈ സിസ്റ്റത്തിൽ നിന്ന് ട്രീസിന്റെ ബ്രാഞ്ച് പോകുന്നത് പോലെ നമുക്ക് നോഡ്സ് കണക്ട് ചെയ്യാൻ പറ്റും. ഇവിടെ നോഡ് കണക്ട് ചെയ്തു, വീണ്ടും ഇവിടെ നോഡ് കണക്ട് ചെയ്തു. അടുത്ത ചെയ്യാൻ പോകുന്നത് ഈ നോഡിൽ നിന്ന് നമ്മൾ വീണ്ടും നോഡ്സ് കണക്ട് ചെയ്യും. അതേപോലെ തന്നെ ഈ നോഡിൽ നിന്നും നോഡ്സ് കണക്ട് ചെയ്യും. എന്താണ് ഇപ്പോ ബ്രാഞ്ചസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ട്രീയുടെ ഷേപ്പില് ബ്രാഞ്ചസ് ആയിട്ട്, ട്രീ എന്ന് പറയുന്ന ബ്രാഞ്ചസ് ഉണ്ടാവും, കുറെ ചില്ലകൾ ഉണ്ടാവും. അതേപോലെ തന്നെ കുറെ ബ്രാഞ്ചസ് ആയിട്ട് കണക്ട് ചെയ്ത് പോകുന്നതിനാണ് നമ്മൾ ട്രീ ടോപ്പോളജി എന്ന് പറയുന്നത്. ഇവിടെ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ടാവും. ഈ സിസ്റ്റമാണ് ഈ മുഴുവൻ നോഡ്സിനെയും കൺട്രോൾ ചെയ്തിരിക്കുന്നത് ഈ സിസ്റ്റം ആയിരിക്കും. അപ്പൊ ഇവിടെ ഉള്ള ഡിസഡ്വാൻറ്റേജ് പറഞ്ഞാൽ ഈ സിസ്റ്റം ഫെയിലർ ആയി പോയാൽ മൊത്തം സിസ്റ്റം ഉണ്ടാവും, മൊത്തം നോഡ്സ് ഉണ്ടാവും ഫെയിലർ ആവും. ഈ നെറ്റ്വർക്കിംഗ് മൊത്തം ഫെയിലർ ആവും. അതാണ് ഇതിന്റെ ഡിസഡ്വാൻറ്റേജ്. അതായത് സെൻട്രൽ സിസ്റ്റം ഫെയിൽ ആയി കഴിഞ്ഞാൽ ഈ മുഴുവൻ സിസ്റ്റം ഉണ്ടാവും, മുഴുവൻ നെറ്റ്വർക്കിംഗും ഫെയിലർ ആവും. പക്ഷെ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ എത്ര നോഡ്സ് വേണമെങ്കിൽ ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. ഇവിടേക്ക് നമുക്ക് ഈ നോഡ്സ് ആഡ് ചെയ്ത് പോകാൻ പറ്റും. ഇവിടേക്ക് നോഡ്സ് ആഡ് ചെയ്ത് പോകാം. അതേപോലെ തന്നെ ഈ ഒരു ബ്രാഞ്ച് മൊത്തമായിട്ട് നമുക്ക് ഒഴിവാക്കി കളഞ്ഞാലും ബുദ്ധിമുട്ടില്ല. ഈ ബ്രാഞ്ച് മാത്രം വർക്ക് ചെയ്യുള്ളൂ. അതാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നമുക്ക് എത്ര നോഡ്സ് വേണമെങ്കിലും ആഡ് ചെയ്യാം. അതേപോലെ തന്നെ ഒരു ബ്രാഞ്ച് മുഴുവനായിട്ട് നമുക്ക് റിമൂവ് ചെയ്യുകയും ചെയ്യാം. അപ്പോഴും ഈ മൊത്തം സിസ്റ്റത്തിൽ കംപ്ലൈന്റ് ഒന്നും വരുന്നില്ല. അതാണ് ഈ ബ്രാഞ്ച്, ഈ ട്രീ ടോപ്പോളജിയുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഇപ്പോൾ ഒരു സ്റ്റേറ്റ് ലെവലിലുള്ള ഒരു സിസ്റ്റം, ഈ സ്റ്റേറ്റ് ലെവലിൽ നമ്മൾ ഡിസ്ട്രിക്ട് ലെവലിലേക്ക് കൊടുക്കും. ഈ ഡിസ്ട്രിക്ട് ലെവലിൽ വീണ്ടും എവിടേക്ക് കൊടുത്തു? പഞ്ചായത്ത് ലെവലിലേക്ക് കൊടുക്കും. ആ ഒരു സ്ട്രക്ചറിനാണ് ഇത് പോകുന്നത്. അങ്ങനത്തെ സിസ്റ്റത്തിൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി ട്രീ ടോപ്പോളജി നമുക്ക് ഉപയോഗിക്കുന്നത്. നാലാമത്താണ് സ്റ്റാർ ടോപ്പോളജി എന്ന് പറയുന്നത്. സ്റ്റാർ ടോപ്പോളജി പേര് പറയുന്നത് എന്താണ്? സ്റ്റാറിന്റെ ഷേപ്പ്. അതായത് സ്റ്റാർ ഷേപ്പ് എങ്ങനെയാണ്? നമ്മളിപ്പോൾ സ്റ്റാർ ആയിട്ട് വരയ്ക്കുകയാണെങ്കിൽ ഇവിടെയൊക്കെ നോട്ട്സ് കണക്ട് ചെയ്യും. ഇതെല്ലാം നോട്ട്സ് ആണ്. ഈ നോട്ട്സ് എല്ലാം കൂടെ കണക്ട് ചെയ്തിട്ട് അത് കോമൺ ആയിട്ട് കണക്ട് ചെയ്തത് സെൻട്രലൈസ്ഡ് നോഡാണ്. ഈ നോഡ് എല്ലാം കൂടെ കണക്ട് ചെയ്തിരിക്കുന്നത് ഈ സെൻട്രലൈസ്ഡ് നോഡിലേക്കാണ്. അപ്പോൾ ഉള്ള പ്രത്യേകത എന്താണ്? ഈ എല്ലാ നോഡിന്റെയും കൺട്രോൾ ഈ സെൻട്രലൈസ്ഡ് നോഡിൽ നിന്നാണ് ചെയ്യുന്നത്. അതായത് ഇവിടെ നമ്മൾ എവിടെ എന്ത് മാറ്റം, ഈ മൊത്തം നോഡ്സിനെ നെറ്റ്വർക്കിംഗിൽ മാറ്റം വരുത്തുന്നെങ്കിൽ ഈ സെൻട്രലൈസ്ഡ് നോഡിൽ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? മാറ്റങ്ങൾ വരുത്തിയാൽ മതി. അപ്പോൾ ഇതിന് മുഴുവനായിട്ട് കിട്ടും. അതേപോലെ തന്നെ ഇതിലിപ്പോൾ ഈ ഒരു നോഡ് ഇവിടെ ബ്രേക്ക് ആയി പോയാലും ബാക്കിയുള്ള നോഡ്സ് എല്ലാം എന്ത് ചെയ്യും? വർക്ക് ചെയ്യും. അതിനൊന്നും ഒരു പ്രശ്നമില്ല. കാരണം എല്ലാം സെൻട്രൽ ആയിട്ടുള്ള നോഡിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു നെറ്റ്വർക്കിംഗ് ഏതെങ്കിലും ഒരു നോഡ് കട്ടായി പോയാലും അത് മറ്റു നോഡ്സിനെ എന്ത് ചെയ്യുന്നില്ല? എഫക്ട് ചെയ്യുന്നില്ല. പക്ഷെ ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഈ നോഡ് കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ ഈ മൊത്തം നെറ്റ്വർക്ക് എന്താവും? ഫെയിൽ ആവും. അതാണ് ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് പറയുന്നത്. ഇതാണ് സ്റ്റാർ ടോപ്പോളജി എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ ആണ് മെഷ് ടോപ്പോളജി. മെഷ് ടോപ്പോളജി എന്ന് പറയുന്നത് നമ്മളിവിടെ എത്ര നോഡ്സ് ഉണ്ടോ ആ നോഡ്സ് എല്ലാം തമ്മിൽ ഇത് കണക്ട് ചെയ്യാം. ഈ നോഡ് കണക്ട് ചെയ്യാം, ഈ നോഡ് കണക്ട് ചെയ്യാം, ഇത് കണക്ട് ചെയ്യാം. ഇത് തമ്മിൽ
ഇങ്ങോട്ട് കണക്ട് ചെയ്യാം. അങ്ങനെ എല്ലാ നോഡ്സും തമ്മിൽ ഇന്റർ കണക്ഷൻ ഉണ്ടാവും. ഈ നോഡും ഈ നോഡും ആയി കണക്ട്, ഈ നോഡും ഈ നോഡും തമ്മിലുള്ള എല്ലാ നോഡ്സും തമ്മിൽ ഇന്റർ കണക്ട് ചെയ്തിട്ടുള്ള ടെക്നോളജിയാണ് നെറ്റ്വർക്കിംഗ് ആണ് മെഷ് ടോപ്പോളജി എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെയുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ഏതെങ്കിലും ഒരു നോഡ് കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, ബാക്കിയുള്ള നോഡ്സ് തമ്മിൽ വർക്ക് ചെയ്തു. ഡാറ്റാസ് ഷെയർ ചെയ്യാൻ ഏറ്റവും എളുപ്പമാണ് ഈ മെത്തേഡ്. പക്ഷേ ഇത് കുറച്ചുകൂടെ കോസ്റ്റ്ലി ആണ്. നമ്മുടെ ബാൻഡ്വിഡ്ത്ത് കൂടുതലായിരിക്കും. ഈ നെറ്റ്വർക്ക് ടോപ്പോളജിക്ക് ബാൻഡ്വിഡ്ത്ത് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് കോസ്റ്റ്ലി ആണ്. നമ്മൾ അധികം അങ്ങനെ യൂസ് ചെയ്യാൻ നമുക്ക് പറ്റാത്തൊരു കാര്യമാണ് മെഷ് ടോപ്പോളജി എന്ന് പറയുന്നത്. ഇതാണ് 5 ടോപ്പോളജീസ്. നെറ്റ്വർക്ക് ടോപ്പോളജീസ് 5 എണ്ണം നമ്മൾ പറഞ്ഞു. ബസ് ടോപ്പോളജി, റിംഗ് ടോപ്പോളജി, സ്റ്റാർ ടോപ്പോളജി, ട്രീ ടോപ്പോളജി ആൻഡ് മെഷ് ടോപ്പോളജി. 5 നെറ്റ്വർക്ക് ടോപ്പോളജീസ്. അപ്പോൾ അടുത്ത നമ്മുടെ സെക്ഷൻ എന്ന് പറയുന്നത് ഇന്റർനെറ്റ് ആണ്. ഇന്റർനെറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് പറയേണ്ട കാര്യമില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു കാര്യം എന്നുള്ളതാണ് ഇന്റർനെറ്റ്. ഇന്റർനെറ്റ് വേൾഡ് വൈഡ് ആയിട്ട് നമ്മൾ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു നെറ്റ്വർക്കിംഗ് ആണ് ഇന്റർനെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്റർനെറ്റിന്റെ ഒരു കണ്ടുപിടുത്തം എന്ന് പറയുന്നത് ആദ്യത്തെ ഇന്റർനെറ്റിന്റെ ഫസ്റ്റ് ഫോം എന്ന് പറയുന്നത് ARPANET ആണ്. ARPANET എന്ന് പറയുന്നത് അതായത് അഡ്വാൻസ്ഡ് റിസർച്ച് പ്രൊജക്ട് ഏജൻസി. അവരാണ് ആദ്യത്തെ ഇന്റർനെറ്റ് ഫോം ഉണ്ടാക്കിയത്. അമേരിക്കയിൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഏജൻസിയാണ്. അവർ മിലിറ്ററി ഗ്രൂപ്പിന് വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് ഇന്റർനെറ്റ് ഫോം ഡിസൈൻ ചെയ്തത്. അതാണ് ARPANET എന്ന് പറയുന്നത്. ഇതാണ് ഏറ്റവും ഫസ്റ്റ് നമ്മുടെ ഇന്റർനെറ്റ് ഫോം ഉള്ളത്. അതിനുശേഷമാണ് TCP ഇന്നത്തെ രീതിയിലേക്ക് ഇന്റർനെറ്റ് എന്നുള്ള രീതിയിലേക്ക് മാറിയത്. ഇപ്പോൾ WWW നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, വേൾഡ് വൈഡ് വെബ്. അതായത് വേൾഡ് വൈഡ് ആയിട്ടുള്ള നെറ്റ്വർക്സിനെ മൊത്തമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഇന്റർനെറ്റ് എന്ന് പറയുന്നത്. ഇന്റർനെറ്റിലെ 3 ടെർമിനോളജീസ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. URL എന്ന് പറഞ്ഞാൽ യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. ഇത് നമ്മൾ നിങ്ങൾക്കറിയാം, നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഒരു ലിങ്ക് വരും. അതായത് HTTP // പിന്നെയാണ് നമ്മൾ www. ഇപ്പോൾ കേരള ആണെങ്കിൽ kerala.com വരും. അപ്പോൾ ഇതിനെ പറയുന്ന പേരാണ് URL, യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഇന്റർനെറ്റ് നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു വെബ് പേജിലേക്ക് പോകുന്നത്. അത് നമ്മൾ ആ ചെയ്യുന്ന ഇൻഫർമേഷൻ നമുക്ക് വരണമെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഒരു URL എന്ന് പറയുന്നത്. അതായത് അതിൻ്റെ ഐഡന്റിറ്റി ആണിത് ഈ URL എന്ന് പറയുന്നത്. URL രണ്ട് ഭാഗമുണ്ട്. അതായത് ഒന്ന് ഇവിടെ പ്രോട്ടോകോൾ ആണ്. HTTP എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചു ഇന്റർനെറ്റിന് പ്രോട്ടോകോൾസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് കൊടുക്കുന്ന പാർട്ട് എന്ന് പറയുന്നത് ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ആണ്. രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ഡൊമൈൻ നെയിം ആണ്. അതായത് നമുക്ക് ഫസ്റ്റ് ഭാഗം എന്ന് പറയുന്നത് പ്രോട്ടോകോൾ ഏത് റൂൾ വെച്ചിട്ടാണ് നമ്മളിത് ഈ സൈറ്റിലേക്ക് കയറുന്നതാണ് HTTP എന്ന് പറയുന്നത്. 2 ഡോട്ടും അതിനുശേഷം സ്ലാഷും കൊടുത്തിട്ട് ബാക്കി വരുന്ന സെക്കൻഡ് പാർട്ടാണ് ഡൊമൈൻ നെയിം എന്ന് പറയുന്നത്. നമുക്ക് എന്തിനെ പറ്റിയാണ് അന്വേഷിക്കേണ്ടത് അതായിരിക്കും ഈ ഡൊമൈൻ നെയിം വരുന്നത്. ഇതാണ് യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. URL-ന്റെ 2 പാർട്ട് എന്ന് പറയുന്നത്. അടുത്ത ടേം എന്ന് പറയുന്നത് HTTP. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. അതായത് ഇന്റർനെറ്റ് നമ്മൾ ഒരു ലിങ്കിലേക്ക് കടക്കുന്ന സമയത്ത് അത് ചെയ്തിരിക്കുന്നത് നമ്മൾ നേരത്തെ ഒരു ലാംഗ്വേജ് പറഞ്ഞിട്ടുണ്ട്, HTML, ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. നേരത്തെ പറഞ്ഞതാണ്. ഈ ലാംഗ്വേജ് വെച്ചിട്ടാണ് നമ്മൾ സൈറ്റിന്റെ ഈ ലിങ്ക് ക്രിയേറ്റ് ചെയ്തത്. അത് യൂസ് ചെയ്യുന്ന പ്രോട്ടോകോളാണ് ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. ഇന്റർനെറ്റിൽ യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾ HTTP ആണ്, ലിങ്കിന്റെ ക്രിയേഷൻ. ലാസ്റ്റ് എന്ന് പറയുന്നത് DNS, ഡൊമൈൻ നെയിം സിസ്റ്റം. അതായത് നമ്മളിവിടെ ഞാൻ പറഞ്ഞു, ഇവിടെ നിങ്ങൾ കേരള www.kerala.com കൊടുക്കുകയാണെങ്കിൽ ഇതൊരു ഡൊമൈൻ നെയിമാണ്. നമുക്ക് കേരളത്തെ പറ്റിയാണ് അറിയുന്നത്. അതിന്റെ ഒരു ഡൊമൈൻ നെയിമാണ് www.kerala.com എന്ന് പറയുന്നത്. ഇതിൽ TLD എന്ന് കൂടെ പറയും, അതായത് ടോപ്പ് ലെവൽ ഡൊമൈൻ. ടോപ്പ് ലെവൽ ഡൊമൈൻ എന്ന് പറയുന്നത് ഈ ഡൊമൈൻ നെയിമിൽ നിങ്ങൾക്ക് അറിയാം, ഈ ഡൊമൈൻ നെയിംസ് തമ്മിൽ ഇവിടെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ഡോട്ട്സ് വെച്ചിട്ടാണ്. ഒരു www കഴിഞ്ഞ ഒരു ഡോട്ട് ഉണ്ട്, കേരള കഴിഞ്ഞ ഡോട്ട് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് com എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ടോപ്പ് ലെവൽ ഡൊമൈൻ TLD എന്ന് പറയുന്നത് ഏറ്റവും ലാസ്റ്റിൽ വരുന്ന ഈ ഡോട്ടിന് ശേഷം വരുന്ന ഭാഗമാണ് TLD.com. ഇവിടെ .com എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എന്താണ് .com എന്ന് പറഞ്ഞാൽ കൊമേഴ്ഷ്യൽ ബിസിനസ്സുമായിട്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ് .com എന്ന് പറയുന്നത്. അതേപോലെ നമുക്ക് .edu എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷനായിട്ട് റിലേറ്റഡ് ആണ്. അതേപോലെ .gov എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ്. .gov എന്ന് പറയുന്നത് ഗവൺമെന്റ്. ഇതാണ് ടോപ്പ് ലെവൽ ഡൊമൈൻ എന്ന് പറയുന്നത്. അതായത് ഈ ഡൊമൈൻ നെയിം സിസ്റ്റത്തിൽ ലാസ്റ്റിലെ ഡോട്ട് കഴിഞ്ഞ ഏറ്റവും ലാസ്റ്റ് ഭാഗത്ത് വരുന്ന പാർട്ടിനാണ് നമ്മൾ ടോപ്പ് ലെവൽ ഡൊമൈൻ എന്ന് പറയുന്നത്. അത് എന്തുമായിട്ട് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സെർച്ച് ചെയ്യുന്നത് അതിനെ കാണിക്കാനുള്ളതാണ്. അതായത്
CO എന്ന് പറയുമ്പോൾ കൊമേഴ്ഷ്യൽ, .edu എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ, .gov ഗവൺമെന്റ്, അങ്ങനെ പോകും. ഇനി ടോപ്പ് ലെവൽ ഡൊമൈൻ തന്നെ ജിയോഗ്രാഫിക്കൽ ലെവൽ ഡൊമൈൻ കൂടെ ഉണ്ട്. ജിയോഗ്രാഫിക്കൽ ലെവൽ ഡൊമൈൻ പറയുന്നത് കറക്റ്റ് ഏരിയാസ് സ്പെസിഫൈ ചെയ്യും. അതായത് കൺട്രി ലെവൽ നമുക്ക് ഓരോ രാജ്യത്തിന്റെ ബേസിലാണ് .in പറയുമ്പോൾ ഇന്ത്യ, ഇന്ത്യ റിലേറ്റീവ് ആകുമ്പോൾ .in .jp എന്ന് പറയുമ്പോൾ ജപ്പാൻ. അതായത് ജിയോഗ്രാഫിക്കൽ ഡൊമൈൻ ആണ് വരുന്നത്. ഏത് രാജ്യവുമായിട്ട് ബേസ് ചെയ്യുന്ന കണ്ടന്റ് ആണോ അതിനാണ് ഈ .in .jp എന്നൊക്കെ പറഞ്ഞിട്ട് കൺട്രീസിന്റെ പേര് കൂടെ ഇൻക്ലൂഡ് ആയിട്ട് വരും. അതാണ് ജിയോഗ്രാഫിക്കൽ ലെവൽ ഡൊമൈൻ എന്ന് പറയുന്നത്. ഇത്രയാണ് നമ്മുടെ ഇന്റർനെറ്റിലെ ജസ്റ്റ് പറയാവുന്ന 3 ടെക്നോളജീസ് പറഞ്ഞു. അപ്പോൾ ഇതാണ് നമുക്ക് നെറ്റ്വർക്കിംഗ് പറയാനുള്ള ഇത്രയും കാര്യങ്ങളാണ്. നെറ്റ്വർക്ക് ടോപ്പോളജീസ് പറഞ്ഞു, നെറ്റ്വർക്കിന്റെ ഡിവൈസസ് ഒക്കെ പറഞ്ഞു, നമ്മൾ അവസാനം ഇന്റർനെറ്റ് കൂടെ പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് നെറ്റ്വർക്കിംഗ് വരുന്നത്. ഇനി അടുത്ത ഭാഗം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിരിക്കും.